എന്റെ പേര് രാത്രി ഒരു 12 മണിയായാലും 2 മണിയായാലും എനിക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ എന്റെ വീട്ടിലേക്ക് വരാം കേട്ടോ. നീ ഗോപിചന്ദ്ര വീട്ടിൽ പോവുകയാ പറയാ പോവാൻ ധൈര്യമുണ്ടോ? സാറ് വേറെ ലോകത്തിൽ இருக்காரு. വേറെ ഗോപി സാറ് അവർ ചെയ്തതോട് വിത്ത് എവിഡൻസ് എന്റെ കയ്യിലുണ്ട്. ശരിക്കും ഞാൻ ഗോപിചന്ദ്രനെ വിളിച്ചിരുന്നു ഫോണിൽ. വളരെ ഭംഗിയായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു പണ്ട്. ഇനി ഇങ്ങനത്തെ കാര്യങ്ങൾ ഇവിടെ നടക്കും ഞാൻ അറിഞ്ഞാൽ ഐ വിൽ നോട്ട് വെയിറ്റ് ഫോർ ദ പോലീസ്. ഡെഫിനറ്റ്ലി എനിക്കൊരു മകളുണ്ട്. ഒന്നും വേണ്ട, നിങ്ങൾ എല്ലാവരുടെ പറയാൻ. ബാല പറയുന്നത് നിങ്ങളൊന്നും ശ്രദ്ധിക്കണ്ട. ചുമ്മാ പോയി ചോദിച്ചു നോക്ക്. 2 മണിക്ക് വീഡിയോ തന്നെ ചുമ്മാ ചോദിച്ചു നോക്ക്. നിങ്ങൾ എല്ലാവരും എതിൽ தெரியுமா കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കോൺസെൻട്രേഷൻ എവിടെ ഉണ്ടെന്ന് വെച്ചാല് അമൃതാവ് കഴിച്ചു അതുകൊണ്ട് ബാല ഇങ്ങനെ സംസാരിച്ചു. ഇല്ല, പ്രൊഫഷണലി ചോദിച്ചു യെസ് ചതിച്ചു, ലൈഫിൽ ചോദിച്ചു യെസ് ചതിച്ചു. അതിനു വേണ്ടിയല്ല ഞാൻ സംസാരിക്കുന്നത്. ഒരു തെറ്റായിട്ടുള്ള ഒരു മനുഷ്യനാണ് അവൻ. എന്റെ മലയാളം മനസ്സിലാവുന്നുണ്ടോ? നമ്മളെല്ലാവരും ജനിക്കുന്നുണ്ട്. നമുക്കുള്ളിയും ദൈവർക്കും സാത്താനും ഇരിക്കും. ദൈവത്തോട് അധികമാക്കുന്നത് നമ്മുടെ വളർച്ച. എങ്ങനെ വളർന്നു അപ്പ നമ്മ എന്താ നമുക്ക് പഠിപ്പിച്ചു കൊടുത്തത്? ഇത് സാത്താനവേ வாழ்ந்துட்டு. സിമ്പിളാ சொல்லிட்டேனே. ஏன்னா மீடியால நான் സംസാരിക്കുമ്പോൾ ചില വാക്കുകൾ യൂസ് ചെയ്യാൻ പാടില്ല. എനിക്ക് ഒരു മകൾ, പക്ഷെ എന്റെ താഴെ 1500 സ്റ്റുഡൻസ് ഇருக்கு. ഞാൻ കാണിച്ചു തരാം. എല്ലാം പറയുന്നത് ചെറിയ കുട്ടികൾ. സിമ്പിളാ ഒരു വാർത്ത ഞാൻ சொல்லிட்டு നിങ്ങൾ എല്ലാവരും അതിന്റെ അർത്ഥം മനസ്സിലാക്കി. അദ്ദേഹത്തിന്റെ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് എനിക്കറിയാം. എപ്പി ഗ്രൂപ്പ് പുറത്തേക്കോ ധൈര്യം മനസ്സിലാക്കുക. അതിന് ഏതെങ്കിലും ഒരു കുട്ടി ഇരയായ ശേഷം മൈക്കും ക്യാമറയും പിടിച്ചിട്ട് എൻ്റെ അടുത്ത് വരണ്ട. ഏതെങ്കിലും ഒരു ചെറിയ കുട്ടി ഇരയായ ശേഷം എൻ്റെ അടുത്ത് വന്ന് ചോദിക്കാൻ പാടില്ല. നിർത്തിക്കൊള്ളും പറഞ്ഞിട്ടുണ്ട്. നിർത്തി ഞാൻ അറിഞ്ഞത് നോക്കാം, ഇല്ലെങ്കിൽ ഇടപെടും.